ഒരു ഷോപ്പ് ഓണർ തന്റെ കടയുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ബോർഡ് അതിങ്ങനെയായിരുന്നു: നായ്ക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. സ്വാഭാവികമായും ആ തെരുവിലൂടെ നടന്നുപോയ എല്ലാവരും ആ ബോർഡ് ശ്രദ്ധിച്ചു. കൂടുതലായി അതിലൂടെ പോയിക്കൊണ്ടിരുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ ആ ബോർഡ് പ്രത്യേകമായി ശ്രദ്ധിച്ചു. കാരണം കുട്ടികൾക്ക് എപ്പോഴും ഈ നായ്ക്കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കുക, താലോലിക്കുക അത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ആ പോയിക്കൊണ്ടിരുന്നതിലത്തെ ഒരു കുട്ടി ഒത്തിരി കൗതുകത്തോടു കൂടി ഇദ്ദേഹത്തിന്റെ കടയിലേക്ക് കയറി ചെല്ലാണ്. അവൻ പറഞ്ഞു, നായ്ക്കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം വിലയുണ്ട്? ഉടനെ അദ്ദേഹം പറഞ്ഞു, 1000 രൂപ മുതൽ 10,000 രൂപ വരെ വിലയുള്ള നായ്ക്കുഞ്ഞുങ്ങൾ എന്റെ കയ്യിലുണ്ട്, അത്രയും കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഉടനെ അവൻ തന്റെ പോക്കറ്റിലിരുന്ന ഒരു 50 രൂപ നോട്ട് പുറത്തേക്ക് എടുത്ത് അദ്ദേഹത്തെ കാണിച്ചിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു 50 രൂപയുണ്ട്, എനിക്ക് ആ നായ്ക്കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണാൻ എന്നെ അനുവദിക്കാമോ? ഉടനെ അയാൾ പറഞ്ഞു, അതിനെന്താ, വന്നോളൂ എന്ന് പറഞ്ഞു. അയാൾ ഒരു വിസിലടിക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ വരുന്നു. ഇദ്ദേഹവും ഭാര്യയും കൂടി നായ്ക്കുഞ്ഞുങ്ങളെ പലതിനെയായിട്ട് പരിചയപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഒത്തിരി നായ്ക്കുഞ്ഞുങ്ങളുണ്ട്. ഈ നായ്ക്കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി വിലയുള്ളതുണ്ട്, വില കുറഞ്ഞതുണ്ട്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് അവന്റെ ശ്രദ്ധയിലെ ഒരു പ്രത്യേക നായ്ക്കുഞ്ഞിനെ അവൻ ശ്രദ്ധിക്കുകയാണ്. അതൊരു പതുങ്ങിക്കൂടി ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അവൻ ഒരു ആകാംക്ഷയോട് ചോദിച്ചു, എന്താ, അതൊട്ട് എനർജറ്റിക് അല്ലല്ലോ, ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടല്ലോ. ഉടനെ ആ ഷോപ്പ് ഓണർ പറയാണ്, ആ നായ്ക്കുഞ്ഞിന് കാലിന് ചെറിയ പ്രശ്നമുണ്ട്, ഒരു മുടന്തുണ്ട്, അവന് ശരിക്ക് ഓടിക്കളിക്കാനോ നടക്കാനൊന്നും പറ്റില്ല, അവന് നല്ല തീറ്റയെ കൊടുത്ത് ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അവന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കുട്ടി വന്ന ആ നായ്ക്കുഞ്ഞിനെ നന്നായിട്ടൊന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ഈ നായ്ക്കുട്ടിയെ മതി. ഉടനെ ഷോപ്പ് ഓണർ പറഞ്ഞു, നീ ശരിക്കും ഈ നായ്ക്കുട്ടിയെ തന്നെയാണോ വാങ്ങാൻ പോകുന്നത്? ഉടനെ അവൻ ഉറപ്പിച്ച് പറഞ്ഞു, എനിക്ക് ഇതിനെ തന്നെ മതി. ഉടനെ ഷോപ്പ് ഓണർ പറഞ്ഞു, നീ ഇതിനെയാണ് വാങ്ങാൻ പോകുന്നതെങ്കിൽ ഇതിന് നീ പ്രത്യേകിച്ച് പൈസയൊന്നും തരേണ്ടതില്ല, ഞാനത് നിനക്ക് ഫ്രീ ആയിട്ട് തരാം, നീ എടുത്ത് കൊണ്ടുപോയിക്കോളൂ. പക്ഷെ ഉടനെ തന്നെ അവന്റെ മുഖത്തെ ഭാവം ഒന്ന് മാറി, അവൻ കുറച്ച് സീരിയസ് ആയി. താങ്കൾ ഇതെനിക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ? എനിക്ക് ഈ നായ്ക്കുഞ്ഞിനെ തരാൻ ഉദ്ദേശിക്കുന്നില്ലേ? ഇവനും മറ്റുള്ള നായ്ക്കളുടെ അതേ വില തന്നെയുണ്ട്, ഞാൻ ഇതിന്റെ മുഴുവൻ വിലയും തന്നിട്ടാണ് ഇതിനെടുക്കുകയുള്ളൂ. ഉടനെ അയാൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, നീ ഉദ്ദേശിച്ചതുപോലെ ഇവന് നിന്നോടൊപ്പം കളിക്കാനോ ഓടാനോ ചാടാനോ മറ്റുള്ള നായ്ക്കളെ പോലെ ഒരു കഴിവുമില്ല, അവനൊരു മൂലയ്ക്ക് ഇരിക്കാൻ തന്നെ പറ്റുള്ളൂ, നിനക്ക് അതിനെ തീറ്റിപ്പോറ്റാമെന്ന് മാത്രമേ കാര്യമുള്ളൂ, ആയതിനാൽ നിനക്ക് അതിൻ്റെ ഒപ്പം കളിക്കാൻ കഴിയാൻ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, അതുകൊണ്ട് നീ അതിനെ കൊണ്ടുപോയിട്ട് നിനക്കൊരു ഗുണമില്ല, നീ ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോളൂ. അദ്ദേഹത്തിന്റെ അത്ഭുതം അപ്പോഴാണ് ഉണ്ടായത്. ഉടനെ തന്നെ ആ കുട്ടി വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, തന്റെ പാൻസിന്റെ ആ അറ്റം അവൻ റോൾ ചെയ്ത് മുകളിലേക്ക് കയറ്റി. അദ്ദേഹം കണ്ട കാഴ്ച ഇതായിരുന്നു, അവന് ഒരു കൃത്രിമ കാലായിരുന്നു. അവൻ പറഞ്ഞു, ഈ ലോകത്തിൽ ഈ നായ്ക്കുഞ്ഞിനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് എനിക്ക് കഴിയൂ, കാരണം ഞാനും ഇതേ അവസ്ഥയിലൂടെ കടന്നു വന്നവനാണ്. എന്നെയും പലരും മനസ്സിലാക്കിയില്ല, പരിഗണിച്ചില്ല. എന്റെ ജീവിതം ഇങ്ങനെയായി. ഈ നായ്ക്കുഞ്ഞിന്റെ ജീവിതം തകർക്കപ്പെടരുത്, കാരണം അവനെ മനസ്സിലാക്കാൻ എന്നേക്കാളും നന്നായിട്ട് മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ നായ്ക്കുഞ്ഞിനെ എനിക്ക് വേണമെന്ന്. ഒത്തിരി എക്സ്പ്ലനേഷന്റെ ആവശ്യം തന്നെയില്ല. പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുക, മനസ്സിലാക്കപ്പെടാനും കഴിയുക, മറ്റുള്ളവരെ ഒന്ന് മനസ്സിലാക്കിയാൽ ജീവിതത്തിന്റെ വിജയത്തിന്റെ വലിയ പടവുകൾ കയറാമായിരുന്ന എത്രയോ പേരുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, മനസ്സിലാക്കാൻ, ഒന്ന് തോളത്ത് തട്ടാൻ നമുക്ക് ഒരു നിമിഷം മാറ്റിവെക്കാം. ഓക്കെ.